ഹലോ, ഇന്നൊരു ബ്രോഡ്വേ ഓണം ഷോപ്പിംഗ് വീഡിയോ ആട്ടോ. ഈ ഓണം സീസണിൽ ഞാൻ 2 തവണ അവിടെ പോയിരുന്നു. 2 വീഡിയോയും കൂടെ മിക്സ് ചെയ്തിടാമേ. ആദ്യം തന്നെ ആ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മെട്രോ പിടിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മെട്രോ വഴിയാണെങ്കിൽ നമുക്ക് MG റോഡ് പോയി ഇറങ്ങി അവിടെ നിന്ന് ബ്രോഡ്വേയിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ആലുവയിൽ നിന്ന് MG റോഡ് വരെ 50 രൂപയാണ് ഒരാൾക്ക് മെട്രോയ്ക്ക് ചാർജ് വരുന്നത്. അങ്ങനെ ഞാനും ഏട്ടനും കൂടി നേരെ മെട്രോ സ്റ്റേഷനിൽ പോയി. മെട്രോ കയറി ഇപ്പോൾ MG റോഡ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നടക്കാനുള്ള വഴിയൊന്നും അറിയില്ല, മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു 600 മീറ്ററൊക്കെ നടന്നു കാണുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ നേരത്തെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് കച്ചവടക്കാരൊന്നും അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ ഞായറാഴ്ചയല്ല, ഞങ്ങൾ ശനിയാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ബ്രോഡ്വേയിൽ പോകുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മറക്കരുത്, കയ്യിൽ കുട കരുതണം, അതുപോലെ തന്നെ വെള്ളവും കരുതണം. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ അധികം വെള്ളത്തിൻ്റെ കട, അതായത് കൂൾ ബാറൊന്നും അധികം ഇല്ലെന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കടക്കാരൊക്കെ പുറത്തോട്ട് സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം പരതി നടക്കാൻ തുടങ്ങി. നല്ലോണം നോക്കിയെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സാധനങ്ങൾ കിട്ടും കേട്ടോ. ഈ ഒരു ഷോളിനൊക്കെ 10 രൂപയൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 2-3 ഷോളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ മെയിൻ സ്പോട്ട്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ കുർത്തയൊക്കെ എടുക്കാറുള്ളത്. ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കറങ്ങി നടന്ന് കുറച്ച് ഷർട്ടും പാൻറ്റും അതുപോലെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പോയത് ടോയ്സിൻ്റെ സെക്ഷനിലായിരുന്നു കേട്ടോ. ഈ ടോയ്സൊക്കെ അടുക്കി വെച്ചത് കാണാൻ തന്നെ അടിപൊളിയാണ്. അവിടെ നിന്ന് നമ്മൾ ഒരു കുഞ്ഞു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈറ്റ്നിങ് മെക്യൂൻ ഉണ്ടല്ലോ, അപ്പോൾ കാർസ് മൂവി കണ്ട് ക്രേസ് കൂടിയിട്ട് ഏട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് വാങ്ങി. പിന്നെയും നമ്മളങ്ങനെ നടന്നു. പിന്നെ നമുക്കിന്നൊരു ഹൗസ് വാമിങ്ങിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങനത്തെ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് പൂക്കുല. ഞാനിങ്ങനെ ആർട്ടിഫിഷ്യൽ പൂക്കുല വേറെ എവിടെയും കണ്ടിട്ടില്ല. നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് വേറെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ കടയിൽ ഭയങ്കര അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടോ. കാരണം ഒരു 1000 റേഞ്ചിലൊക്കെ നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് വാങ്ങുന്നതിനേക്കാൾ വലിയ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കൃഷ്ണ വിഗ്രഹമാണ്. അപ്പോൾ അത് തപ്പുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. നല്ല കളക്ഷൻസ് വരെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ശ്രീബുദ്ധൻ്റെയൊക്കെ സൂപ്പറായിട്ടുള്ള വാട്ടർ ഫൗണ്ടെയിൻ പ്രതിമയും കാര്യങ്ങളും ഒക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് കിട്ടാനായിട്ട് കുറച്ചധികം സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തിനുള്ളിൽ ഞാൻ അവിടെയുള്ള മിക്ക കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കവിടെ പോയപ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു ഫീല്. ഭയങ്കര വെയിലത്ത് നടന്ന് ഇതിനകത്തോട്ട് കയറിയപ്പോൾ ഇച്ചിരി AC ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തത് കൊണ്ട് വിഷമമൊന്നും തോന്നിയില്ല. അങ്ങനെ വെയിലാട്ടോ പുറത്ത്. പിന്നെ നെറ്റിപ്പട്ടമൊക്കെ ഉണ്ട് അവിടെ. ഇങ്ങനത്തെ ഒരു കുഞ്ഞു കൃഷ്ണ വിഗ്രഹമാണ്. ഇങ്ങനത്തെ അല്ല, ഇരിക്കുന്ന ഒരു കണ്ണനെയാട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു 540 രൂപയ്ക്ക്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും എല്ലാം കണ്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി. ഇത്രയായപ്പോഴത്തേനും ഉച്ചത്തേക്ക് ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. നേരെ പുറത്തോട്ടിറങ്ങി, അതായത് ഹൈവേയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ബിരിയാണി വാങ്ങി കഴിച്ചു. അതിനുശേഷം നമ്മൾ MG റോഡിലേക്ക് ഇലക്ട്രിക് ബസ് വഴിയാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും നല്ലൊരു കാര്യമാട്ടോ. നമുക്ക് ബ്രോഡ്വേയിൽ നിന്ന് ഹൈവേയിലോട്ട് ഇറങ്ങി നിന്നാൽ മതി. 10 മിനിറ്റ് കൂടുമ്പോൾ ഇലക്ട്രിക് ബസ് ഉണ്ടായിരിക്കും. നമുക്ക് സുഖമായിട്ട് MG റോഡ് പോയി ഇറങ്ങാനായിട്ട് പറ്റും. MG റോഡ് മാത്രമല്ല, എറണാകുളം സൗത്ത് അങ്ങനെ കുറേ സ്ഥലത്ത് കറങ്ങിയിട്ടാണ് ഈ ബസ് വരുന്നത്. മേനക മുതൽ MG റോഡ് വരെ ഒരാൾക്ക് 20 രൂപയാട്ടോ ചാർജ് വരുന്നത്. എല്ലാവരും ഈ മാർഗ്ഗം ഓപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നല്ല വെയിലും കയ്യിൽ കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരികയായിരിക്കും ബെറ്റർ. പിന്നെ ക്ഷീണവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നല്ല സുഖകരമായിട്ടുള്ള യാത്രയാണ്. മെട്രോയും ഇതും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ പ്രൈവറ്റ് ബസ്സിനേക്കാളും ബെറ്ററാണ്. കൂടുതൽ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ ക്ഷീണമൊന്നും ഇല്ലാണ്ട് നമുക്ക് പോയി വരാനായിട്ട് പറ്റും. ശേഷം നമ്മൾ മെട്രോ കയറി ആലുവയിൽ വന്നിറങ്ങി ആ യാത്ര അവസാനിപ്പിച്ചു. വെക്കേഷന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ വീണ്ടും ഒന്ന് ബ്രോഡ്വേ പോയിട്ടുണ്ടായിരുന്നു. തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് പോയിട്ടാട്ടോ ഇത്തവണ നമ്മൾ ബ്രോഡ്വേയിലേക്ക് പോകുന്നത്. അമ്മയും അച്ഛനും മുന്നേ പോകുന്നുണ്ട്. ഇവിടുന്ന് 7:30 ആലപ്പുഴ എക്സിക്യൂട്ടീവ് കിട്ടും. അതിൽ പോയി നമ്മൾ നേരെ എറണാകുളം ജംഗ്ഷനോ ടൗണോ പോയിട്ട് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. രാവിലെ തന്നെ ഒരാൾ അവിടെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളീനെയും കണ്ട് കുറച്ച് നേരം നിന്ന്. ഇപ്പോൾ എന്തായാലും നേരത്തെ എത്തിയത് കൊണ്ട് സ്റ്റേഷൻ നല്ല വിജനമായി കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ട്രെയിൻ വന്നു. എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ട്രെയിൻ യാത്ര, അതായത് എൻ്റെ നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു കാര്യം ഈ സൈഡ് സീറ്റിലിരുന്ന് കാഴ്ചകൾ കാണുക എന്നുള്ളതാണ്. എനിക്ക് കുറച്ച് വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതായത് കുറ്റിപ്പുറം കഴിഞ്ഞ് കുറച്ച് നേരം നമുക്ക് പുഴ കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റും.
ആ കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പട്ടാമ്പിയൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ പാടം ഒരുപാടുണ്ടായിരിക്കും, അങ്ങ് ദൂരെ മലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതും ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അടുത്തത് തൃശ്ശൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരിക്ക് മുമ്പുള്ള കാര്യമാണ്. ഉത്രാളിക്കാവിൻ്റെ ആ ഒരു സൈഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടോ. എനിക്ക് അങ്ങോട്ട് പോകുന്നത് കൊണ്ടാണ് ഉത്രാളിക്കാവ് കിട്ടാതിരുന്നത്. ശരിക്കും റിട്ടേൺ ട്രിപ്പ് അടിപൊളിയായിട്ട് നമ്മൾ രാവിലെ നേരത്തൊക്കെ നമ്മൾ ആലുവയിൽ നിന്ന് തിരിച്ചെൻ്റെ നാട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉത്രാളിക്കാവൊക്കെ കിട്ടും കേട്ടോ. എറണാകുളം ജംഗ്ഷനിലേക്കാണ് ടിക്കറ്റ് എടുത്തതെങ്കിലും ഞങ്ങൾ ടൗണിലാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് പോകാൻ കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ നെയ് റോസ്റ്റും അവർ പൊറോട്ടയും മുട്ടക്കറി ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് മേനകയിലേക്ക് ബസ് കിട്ടും. അങ്ങനെ മേനകയിൽ പോയി ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇത്തവണ ബ്രോഡ്വേയിലേക്ക് പോകുന്നത്. ഒരാൾക്ക് ചാർജ് വരുന്നത് 10 രൂപയാട്ടോ. എന്തായാലും എൻ്റെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുമായിരിക്കും എളുപ്പം. ട്രെയിനിൽ വന്ന് ടൗണിൽ ഇറങ്ങുക, ഇവിടെ നിന്ന് നമ്മൾ നേരെ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് മേനകയിലേക്ക് പ്രൈവറ്റ് ബസ് കയറുക. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ഞങ്ങൾ വന്നത് ഒരു 12 മണി അടുപ്പിച്ച സമയമായതുകൊണ്ടും അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ആദ്യം വന്നതിനേക്കാൾ ബൾക്കായിട്ട് ഷോപ്പ് ചെയ്തത് ഇത്തവണ വന്നപ്പോഴായിരുന്നു. അതിനെ പറ്റിയിട്ടൊക്കെ ഞാനൊരു വീഡിയോ, അതായത് ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടേക്കാം കേട്ടോ. എല്ലാവരും വരുമ്പോൾ തന്നെ കണ്ടില്ലേ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ലിസ്റ്റാക്കി പോയിട്ട് അവിടെ നിന്ന് കറക്റ്റായിട്ട് വാങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ചിലവ് വരില്ല. കാരണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ്. സോ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങാനായിട്ട് ശ്രമിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് തീർന്നു പോകും, പിന്നെ ആവശ്യമുള്ളത് കിട്ടില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് അവിടെ പോയിട്ട് വരാറുണ്ട്. സോ എല്ലാം പ്ലാൻ ചെയ്ത് എന്തൊക്കെ വാങ്ങണം എന്നുള്ളതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എന്നിട്ട് അവിടെ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേറെയും വാങ്ങാം. അത്രയ്ക്ക് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. എന്തായാലും ഞാൻ വാങ്ങിയ ഐറ്റംസ് എല്ലാം തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ടോപ്പൊക്കെ വാങ്ങാനൊക്കെ, ടോപ്പും ഷർട്ടും ജീൻസും ഒക്കെ വാങ്ങാനായിട്ട് എന്തായാലും അവിടെ പോകുന്നത് നല്ലതായിരിക്കും. 50 രൂപയ്ക്കൊക്കെയാണ് അവിടുന്ന് ഇന്നേഴ്സൊക്കെ നമുക്ക് കിട്ടുന്നത്. അതായത് പെറ്റിക്കോട്ടൊക്കെ 50 രൂപയ്ക്ക് കിട്ടും. പിന്നെ നല്ല വെയിലായതുകൊണ്ട് കുടയും വെള്ളം കുപ്പിയും മറക്കാതെ കൂടെ എടുക്കുക കേട്ടോ. ഞായറാഴ്ച ദിവസം പോകാതിരിക്കും ഏറ്റവും നല്ലത്. കാരണം കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും അന്നായിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.